നമ്മുടെ നമ്മുടെ ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണല്ലോ ഈ പശ്ചിമേഷ്യൻ യുദ്ധം, അമേരിക്കയുടെ ആക്രമണം. അമേരിക്കയുടെ അല്ല, ഇസ്രായേലിൻ്റെ ആക്രമണം. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഇപ്പോഴത്തെ നിലപാട് എന്താണ്, അഭിപ്രായം എന്താ? ഇതിലെനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളൊരു വിഷയം, നമ്മൾ ഒരാൾ ആയിട്ട് സംസാരിക്കുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ആ സംസാരിക്കുന്ന വിഷയം ആരായിട്ട് അവിടെയാണ് മനുഷ്യൻ്റെ മാന്യത അവിടെ മനസ്സിലാക്കാൻ കഴിയുക. അപ്പം നിങ്ങളോട് ഞാനൊരു കാര്യം പറഞ്ഞു, അത് നിങ്ങൾ വിശ്വസിച്ചിട്ട് നിങ്ങൾ ചെയ്യുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. അതിലാണ് മാന്യത. അല്ലാണ്ട് എൻ്റെ വസ്ത്രങ്ങൾ, എൻ്റെ കോട്ടുകൾ, എൻ്റെ ഡ്രസ്സുകളല്ല മാന്യത. വിശ്വാസവഞ്ചന ചെയ്യാതിരിക്കുക, വാഗ്ദാന ലംഘനം ചെയ്യാതിരിക്കുക. അപ്പോഴാണ് അതൊരു ആൾക്കാരെ വിശ്വസിക്കാൻ കഴിയില്ല, ആരോഗ്യകരമായിട്ടുള്ളൊരു ഇതായിട്ട് വരുള്ളൂ. നമ്മളൊരു മാന്യന്മാരായിട്ട് സംസാരിക്കുമ്പോൾ പണ്ട് ആൾക്കാർ പറയില്ല അവരായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, ഒരു മ്ലാച്ചന്മാരാണ്, വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കില്ല. പക്ഷെ ഇവർ ആധുനിക മ്ലാച്ചന്മാരാണ്, കൂട്ടും സൂട്ടിട്ടുള്ള മ്ലാച്ചന്മാർ. കാരണം ഒരു സംഭവത്തിൻ്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഒന്നാം വട്ട ചർച്ച, രണ്ടാം വട്ട ചർച്ച, മൂന്നാം വട്ട ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ ആക്രമിച്ച് അത് എന്താ ചെയ്ത് ഗുണ്ടകൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഗുണ്ടകൾക്കൊരു ഗുണ്ടകളുടെ ഒരു ട്രെയിനിങ് ഉണ്ട്. ഗുണ്ടകൾക്കുള്ള ട്രെയിനിങ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളെ ആക്രമിക്കാൻ വരണമെങ്കിൽ അവർ ഭയപ്പാടിലേ വരേണ്ടത്. ആദ്യം ബോംബെറിയും, പിന്നെ വാള് വീശും, അപ്പം നമ്മൾ ഭയപ്പെടും. അതിലാണ് അവർ മുതലെടുക്കുക. ഇതേപോലെ ഇറാനിൽ പോയിട്ട് അവിടുത്തെ നേതാവിനെയും അവിടുത്തെ ഭടന്മാരെയും കൊന്ന് 150ഓളം കുട്ടികളാണ്ട് കൊന്നു. അപ്പോൾ ഇവരാണ്ട് ഭയപ്പെട്ടു എന്ന് ധരിച്ചു. പക്ഷെ അവരിത് കണക്കൂട്ടിയിരിക്കുന്ന ആൾക്കാരാണ്. ഇവരെയും കാട്ടിയും വിളവന്മാരാണ് അവർ. അത് ഇവരെയും കാട്ടി ഈമാനുള്ളവരാണ് അവർ, ഇറാനികൾ. അത് ഷിയാക്കളാവട്ടെ സുന്നിയാവട്ടെ, ഈമാനുണ്ട് ഇവർക്ക്. ഈമാനുണ്ട് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ഗൾഫ് രാഷ്ട്രങ്ങളുടെ നിലപാടും ഇറാൻ്റെ നിലപാടും എടുത്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ആ നിലപാടിൽ നിന്നുകൊണ്ട് അവർ അവിടെ റെജിം ചേഞ്ച് ഇല്ലാതെ തന്നെ അവരവിടെ നിന്ന് പടപൊരുതി. ഇത് ലോകം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പല രാഷ്ട്രങ്ങളും ഇപ്പോൾ ഇതുവരെ നടന്നുള്ള യുദ്ധങ്ങളുടെ ഒരു കാതലായ വശം നമ്മൾ പറയുമ്പോൾ, ഇതുവരെ നടന്നുള്ള യുദ്ധങ്ങളിൽ നാറ്റോ സഖ്യങ്ങൾ ഇടപെട്ടുകൊണ്ടാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്താലും അവരതിന് സപ്പോർട്ട് ചെയ്യും. അങ്ങനത്തെ ഒരു വ്യവസ്ഥയാണ് ആദ്യം ഉണ്ടാക്കി വെച്ചുള്ളത്. സഖ്യകക്ഷികളെ തൊട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഇടപെടുന്നു. പക്ഷേ ഇതിൽ ഇവർക്ക് ബോധ്യം വന്നു. ഇതിൽ പെട്ടൊരു സഖ്യകക്ഷി പറഞ്ഞല്ലോ,